ഇതൊരു എനർജി മീറ്റർ കൂടിയായ സ്ഥിതിക്ക് നമുക്കിതിൻ്റെ റീഡിംഗ് ആക്യുറസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ചെക്ക് ചെയ്യാനായിട്ട് KCയുടെ മീറ്ററും യൂറോ കൺട്രോൾസിൻ്റെ മീറ്ററും ഒരു റെഫറൻസ് മീറ്ററും ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ റീഡിംഗ് അത്യാവശ്യം ആക്യുറേറ്റ് ആണെന്നാണ്. പിന്നെ നമ്മളെപ്പോഴും ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്ത് എക്യുപ്മെൻറ്റ്സ് റൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു അണ്ടർ ഓവർവോൾട്ട് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓൺ ഗ്രിഡ് സോളാർ യൂസേഴ്സ് തീർച്ചയായും ഇതുപോലൊരു ഡിവൈസ് ഉപയോഗിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇവരുടെ ഈ ഡിവൈസ് ഓൺലൈനിൽ ഇവരുടെ സൈറ്റിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും, ആമസോണിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. ഇവരുടെ സൈറ്റിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ടെക്സ്ഫ്രീ എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 200 രൂപയുടെ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ഡിവൈസ് ഞാൻ ഏകദേശം ഒരു 2 മാസത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെൻഡും ഗ്രാഫും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്താം. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന യൂറോ കൺട്രോൾസിൻ്റെ ഒരു മൾട്ടി ഫംഗ്ഷൻ പ്രൊട്ടക്ടറാണ്. ഇത് നമുക്കൊരു 0 to 99 മില്ലി ആംപിയർ വരെയുള്ള ഒരു RCCB ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു അണ്ടർ ഓവർവോൾട്ട് പ്രൊട്ടക്ടറായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ആ ഒരു RCCB ഫംഗ്ഷൻ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ഫംഗ്ഷൻസ് ഇതിലുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ക്രീനും അതിൻ്റെ താഴെയാണ് ഇതിൻ്റെ സെറ്റ് ബട്ടൺസ് എല്ലാം വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു മാനുവലാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ഡിവൈസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഈ മാനുവൽ വെച്ചിട്ട് നമുക്ക് ഈ ഡിവൈസിൽ ഡയറക്റ്റ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ നമുക്ക് ഇവരുടെ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും. ആപ്പ് സ്മാർട്ട് ലൈഫ് ആപ്പാണ്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. പിന്നെ ഈ സ്മാർട്ട് ലൈഫ് ആപ്പ് ഉപയോഗിക്കാതെ നമുക്ക് ഡയറക്റ്റും ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ വൈഫൈ വഴി ഡീറ്റെയിൽസ് കിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. നമുക്ക് വൈഫൈ വഴി ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ലൈഫ് ആപ്പ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ സ്ക്രീനിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് കാണിക്കുന്നുണ്ട്. ആപ്പില്ലാതെ ഇത് ഉപയോഗിക്കാം. ഇത് 2 ലൈനുകളും ഇത് ഡിസ്കണക്ട് ചെയ്യും. ഫേസും ന്യൂട്രലും ഇത് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം ചെക്ക് ചെയ്തിരുന്നു. പിന്നെ അവരുടെ ആപ്പിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ളത് ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വയറിംഗ് ഡയഗ്രവും ഇവർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്മാർട്ട് ലൈഫ് ആപ്പ് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചില ആപ്പുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മാർട്ട് ലൈഫ് ആപ്പ് കുറച്ചും കൂടെ റിലയബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ യൂറോ കൺട്രോൾസിൻ്റെ ഇത് ഡിൻ റെയിൽ മൗണ്ടാണ് വരുന്നത്. പിന്നെ ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് മെമ്മറി കൂടെ ഉള്ളത് കൊണ്ട് ഓഫ്ലൈൻ മെമ്മറി കൂടെ ഇത് സപ്പോർട്ട് ചെയ്യും. അതായത് നെറ്റ് പോയി കഴിഞ്ഞാലും ആ ടൈമറും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിൽ വർക്ക് ചെയ്യും. അതാണ് ഒരു ഓഫ്ലൈൻ മെമ്മറി വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്. ഇതിൽ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് അവരിവിടെ പറയുന്നുണ്ട്. അതവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെയായിട്ട് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ആംബിയർ, പിന്നെ ലീക്കേജ് കറണ്ട് കാണിക്കും, വൈഫൈയുടെ സ്റ്റാറ്റസ്, പിന്നെ ഇതിൻ്റെ മീറ്റർ ഓടുന്ന സമയത്തുള്ള ആ ഒരു പൾസിൻ്റെതും. പിന്നെ അതാ ഇവിടെ അഡീഷണൽ ആയിട്ട് സ്വിച്ചുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതാ ഇവിടെ ഇവരുടെ ബ്രാൻഡിങ് ഇതാ ഇവിടെ മുകളിലായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇതാ ഇവിടെ ന്യൂട്രൽ ലൈനും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെയായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ന്യൂട്രൽ ലൈൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ഇന്നും ഔട്ടും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബൈ ഡയറക്ഷനിലല്ല, നമ്മൾ ഇവിടെ തന്നെ കണക്ട് ചെയ്യണം. അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ELCBയും RCCBയും MCB ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത്. അതിൻ്റെ പാക്കേജിൻ്റെ വെളിയിൽ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഇവർ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് ആംബിയർ 1 മുതൽ 63 ആംബിയർ വരെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതായത് ELCB ആയിട്ടോ അല്ലെങ്കിൽ RCCB ആയിട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 1 മുതൽ 63 ആംബിയർ വരെയുള്ള ഒരു MCBയുടെയോ അല്ലെങ്കിൽ RCCBയുടെ ഫംഗ്ഷൻ ചെയ്യും. പിന്നെ UVO എന്ന് പറയുന്നത് വോൾട്ടേജ് ഓവറാണ്. അതായത് 230-നും 300 വോൾട്ടിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓവർ വോൾട്ട് പ്രൊട്ടക്ഷൻസ് സെറ്റ് ചെയ്യാം. ഇത് ബൈ ഡിഫോൾട്ട് വരുന്ന വാല്യൂ ആയിരിക്കാം. നമുക്ക് ഇതിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എവിടെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ അണ്ടർ വോൾട്ട് നമുക്കിവിടെ ഇത് ബൈ ഡിഫോൾട്ട് 140-210 റേഞ്ച് ആയിരിക്കാം. ഈ റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത ലീക്കേജ് കറണ്ട് 10 മുതൽ 99 മില്ലി ആംപിയർ, അതായത് ഒരു 100 മില്ലി ആംപിയറിൻ്റെ വരെ ഉള്ള ഒരു RCCBയുടെ ഫംഗ്ഷൻ ഇതിൽ ചെയ്യാൻ പറ്റും. നമുക്കിത് കോൺഫിഗർ ചെയ്യാനും പറ്റും. പിന്നെ അടുത്ത റിക്കവറി ടൈം 1 സെക്കൻഡ് മുതൽ 500 സെക്കൻഡ് വരെ. അതായത് എന്തെങ്കിലും ഒരു ഫോൾട്ട് കാരണം ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്കത് 1 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയുള്ള ടൈമിൻ്റെ ഇടയിൽ നമുക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. പിന്നെ പവർ ഓഫ് ടൈം, അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കാണിച്ചത് പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പവർ ഓഫ് ടൈം നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതിവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 0.1 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ മാനുവലുള്ള പോർഷനും ബാക്കി ഇതൊക്കെ ഒന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. ഈ ഒരു ഡിവൈസ് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണ്. അതിൻ്റെ ഫീച്ചേഴ്സായി കൊള്ളാം. നമുക്കിപ്പം ഇപ്പോൾ ഒരു KCB മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, സോളാർ ഇല്ല, ഓഫ് ഗ്രിഡോ അല്ലെങ്കിൽ ഓൺ ഗ്രിഡോ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് ഇതേപോലെ ഏത് സമയത്താണ് നമുക്ക് കൂടുതൽ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നതെന്നൊക്കെ അവർലി ബേസ് ചെയ്ത് അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഡിവൈസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ എന്തെങ്കിലും പർട്ടിക്കുലർ ഡിവൈസ് വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ കൺസപ്ഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നത് എപ്പോഴാണെന്നുള്ളത് ഈസി ആയിട്ട് ഈ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 14-നും 16-നും ഇടയ്ക്കാണ്. ആ സമയത്ത് ഞാൻ AC ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. പിന്നെ ഇതിൽ തന്നെ ബാക്കി ഫീച്ചേഴ്സും അത്യാവശ്യം യൂസ്ഫുൾ ഇൻഫർമേഷൻസാണ് തരുന്നത്. നമുക്ക് യൂറോ കൺട്രോൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ ഒരു ബൾബ് ലോഡിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 9 വാട്ടിൻ്റെ ബൾബാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇത് ഓണാക്കിയ സമയത്ത് ജസ്റ്റ് ഒന്ന് സപ്ലൈ വന്നു, അതിനുശേഷം അത് കട്ടായി.
ഓക്കെ, യൂറോ കൺട്രോൾ ബൈ ഡിഫോൾട്ട് കാണിക്കുന്നത് 10 സെക്കൻഡാണ്. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓണായിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്കിവിടെ ചെക്ക് ചെയ്ത് കയറിയാൻ പറ്റും. കറൻ്റ്ലി എത്ര എടുക്കുന്നുണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. 0.6 ആണ്, 0.6 ആംപിയർ, അതായത് 8 വാട്ട്സ് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് 9 വാട്ട്സിൻ്റെ LED ആണ്. ഓക്കെ, ഞാൻ LED ശക്കലം കൊണ്ട് നീക്കി വയ്ക്കാം. ഓക്കെ, 9 വാട്ട്സിൻ്റെ LED ആണ്. നമുക്കിതിൽ ബാക്കി ഇവിടെ താഴെ ബാക്കി ഓപ്പറേഷൻസൊക്കെ കാണാൻ പറ്റും. ഇവിടെ താഴെയായിട്ട് ആപ്പിൽ ബാക്കി ഓപ്പറേഷൻസ് കാണാൻ പറ്റും. ഇത് ഓൺ ഓഫ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതായത് എക്സ്പെൻസിൽ നമുക്കിത് പ്രീപെയ്ഡ് മീറ്ററായിട്ട് കൂടെ ഉപയോഗിക്കാൻ പറ്റും. സ്വിച്ച് ടു പ്രീപെയ്ഡ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാലൻസ് എനർജിയും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, അതായത് ഷെഡ്യൂളേഴ്സ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നതാണോ എങ്ങനെയാണെന്നുള്ളത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുവലിൽ ഞാനൊരു കാര്യം കൂടെ കണ്ടു, ഇതിൽ ഓഫ്ലൈൻ മെമ്മറി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം. അതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതായത് ഇതിൽ നമുക്ക് കിട്ടുന്നത് ലീക്കേജ് കറണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇവിടെ തന്നെ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ലീക്കേജ് കറണ്ടിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ലീക്കേജ് കറണ്ടിൽ ബൈ ഡിഫോൾട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 30 സെക്കൻഡാണ്. അതായത് ഒരു 10, ഇനി ഒരു കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഒരു 5-7 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ ഇത് ഓണാവും. അപ്പോൾ ലൈറ്റിൻ്റെ വെട്ടം വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായിപ്പോൾ ഓണായിട്ടുണ്ട് ലീക്കേജ് കറണ്ടിൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഇവിടെ സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇവിടെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെതായിട്ടും താഴെയായിട്ടാണ് ഇരിക്കും നമ്മുടെ കൺസപ്ഷൻ കാണിക്കുന്നത്. പിന്നെ അത് തൊട്ട് മുകളിലായിട്ട് കറണ്ടിൽ എടുക്കുന്ന ആംപിയറും അതിൻ്റെ മുകളിലായിട്ട് വോൾട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയായിട്ട് ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു ഐക്കൺ വരും. ഇതിപ്പോൾ കറൻ്റ് വർക്കിംഗ് ആണ്. അതായത് ഇവിടെ കിലോ വാട്ട് അവറിൽ കാണിക്കുന്നുണ്ട് യൂണിറ്റ്സ്. പിന്നെ നമുക്കിതിൽ വൈഫൈ കണക്ട് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻസ് നോക്കാം. അത് ഓൾറെഡി ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഈ സ്ക്രീനിൻ്റെ ഓപ്ഷൻസ് തന്നെ കാണിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഞാനത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലീക്കേജ് കറണ്ട് സെറ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ലീക്കേജ് ഡയറക്റ്റ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ 30 മില്ലി ആംപിയറിൽ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ലീക്കേജ് കറണ്ട് അലാം. ഓക്കെ, അത് ഇവിടെ ലീക്കേജ് കറണ്ട് അലാമിൽ പോകുമ്പോൾ നമുക്കിവിടെ കൺട്രോൾ കൊണ്ട് ഇത് ഓൺ ചെയ്യാം, ഓഫും ചെയ്യാം. അപ്പോൾ ഇവിടെ കൺട്രോളിൽ ത്രെഷോൾഡ് 30 മില്ലി ആംപിയറാണ് കിടക്കുന്നത്. ഓക്കെ, 30 മില്ലി ആംപിയറിൽ തന്നെ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനിട്ട് ആദ്യം സപ്ലൈ ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ന്യൂട്രൽ മാത്രം ഇതിൽ നിന്ന് എടുത്തിട്ട് ഔട്ട്പുട്ട് ഫേസ് നമുക്ക് ഡയറക്റ്റ് എടുക്കാം. ഓക്കെ, ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. നമുക്ക് ചെയ്യുന്നത് ഫേസ് ഡയറക്റ്റ് ഈ ഒരു പ്ലഗിൽ നിന്ന് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ലീക്കേജ് കറണ്ടായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്ത് ഓഫ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ ഓണായിട്ടുണ്ട്, നമുക്കിവിടെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ ലീക്കേജ് കറണ്ട് ഡിറ്റക്റ്റ് ചെയ്ത് ഓഫായിട്ടുണ്ട്. 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഓണാവും. ഇവിടെ ലീക്കേജിൻ്റെ അലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 30 മില്ലി ആംപിയറാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓഫായിട്ടുണ്ട്. അപ്പോൾ അതായത് ന്യൂട്രലും ഫേസും ഇത് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. ന്യൂസായി പോയതാണോ? ഓക്കെ, ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലീക്കേജ് കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടി കൊടുക്കാം. അതായത് ഇപ്പോൾ കിടക്കുന്നത് 30 മില്ലി ആംപിയർ മാറ്റി നമുക്കൊരു 60 മില്ലി ആംപിയർ ആക്കാം. 60 മില്ലി ആംപിയർ ആകുമ്പോൾ ഈ ബൾബ് എന്തായാലും ട്രിപ്പ് ആവില്ല. ഈ ബൾബ് 9 വാട്ട്സേ ഉള്ളൂ. ഇത് അറൗണ്ട് ഒരു 40 മില്ലി ആംപിയറിന് മുകളിൽ പോയാലേ ഇതൊരു 40 മില്ലി ആംപിയർ വരെയൊക്കെ ഇത് കാണിക്കാൻ ചാൻസ് ഉള്ളൂ. നോക്കാം, ഇവിടെ ലീക്കേജ് കറണ്ട് എന്തായാലും കാണിക്കുമല്ലോ. ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് കത്തുന്നുണ്ട്, പക്ഷേ ഇതിവിടെ ട്രിപ്പായിട്ടില്ല. ഇത് കത്തുന്നുണ്ടെങ്കിലും ഇവിടെ ട്രിപ്പായിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഇതിപ്പോൾ എത്രയാണ് കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇതിൽ കൂടെ 0.5 ആംപിയർ പാസ് ചെയ്യുന്നതായിട്ട് ഇതിവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓൺ ഓഫ് റെക്കോർഡ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് 60 മില്ലി ആംപിയർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്
വ്യത്യാസം വരാത്തത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്ത് നോക്കേണ്ടത് ലീക്കേജ് കറണ്ട് കുറച്ച് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ലീക്കേജ് കറണ്ട് നമുക്ക് ലീക്കേജ് അലാമിൽ 60 mA അളക്കുന്നത് മാറ്റിയിട്ട് ഞാനൊരു നിങ്ങളെ തിരിച്ച് ഒരു 30 mA കൊടുക്കുകയാണ്. ഓക്കെ, 30 mA ആക്കിയ സമയത്ത് നമുക്കിവിടെ കട്ടായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിനിപ്പോൾ നമുക്കൊന്ന് നോക്കാം. അടുത്ത് ഓണായി വരുന്ന സമയത്ത് വീണ്ടും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ 30 mA നടക്കുന്നത്. ഇതിപ്പോൾ ലീക്കേജ് അലാം ഡിറ്റക്ട് ചെയ്ത് നിർത്തി സ്റ്റോപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് അടുത്ത് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ന്യൂട്രൽ ഫേസും കട്ടാവുന്നുണ്ട്. ചില കൺട്രോളുകളിൽ ന്യൂട്രൽ കട്ടാവാറില്ല. ഞാനിപ്പോൾ ആക്ച്വലി വേറൊരു ഗാഡീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതേപോലത്തെ ഒരു സിമിലർ ഡിവൈസ് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ ന്യൂട്രൽ കട്ടാവുന്നില്ല. ഇതിൽ ന്യൂട്രൽ ഫേസും കട്ടാവുന്നുണ്ട്. ഇതിപ്പം ചെക്ക് ചെയ്ത് അറിയാം. അതിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി കത്തും. ആ ഒരു സംഭവം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് വല്ലതും ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ബൾബ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നോക്കാം ലീക്കേജ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ സ്റ്റാറ്റസ് എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഒരു 3 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറെ സപ്ലൈ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആപ്പിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഇവിടെ ആക്ച്വലി കറക്റ്റ് വാല്യൂ ആണ് കാണിക്കുന്നത്. ആപ്പിലത് അപ്ഡേറ്റ് ആവാൻ ചെറിയ ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതിന് നമ്മളൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിവിടെ ഓഫായിട്ടുണ്ട്. ഓഫായ സമയത്ത് ഇവിടെ കാണിച്ചിരുന്ന ഇൻഡിക്കേഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി ഈ ഒരു കണക്ഷനോടെ കണക്ട് ചെയ്തിട്ട് ഇനി ഓണാക്കി നോക്കാം. ഓക്കെ, ഇതിലൂടെ ഡിവൈസ് ഓഫാണെന്നുള്ള കാണിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കിയ സമയത്ത് ഇതിലിപ്പോൾ എടുക്കുന്നത് 0.8 ആണ്. 0.8 ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അപ്ഡേറ്റ് ആവാൻ ചെറിയൊരു ഡിലേ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്താ, ഒന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് കയറി നോക്കാം. ചിലപ്പോൾ അത് റീഫ്രഷ് ആവുന്നതിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും. 0 kWh ടോട്ടൽ യൂസ്ഡ് ആണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു കണക്ടർ വഴി ഒരു 60 വാട്ടിൻ്റെ ഫാൻ, 65 വാട്ട് വരെ എടുക്കുന്ന ഒരു ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബ്രേക്കറിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഡിവൈസ് ഓഫാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ബൾബ് ലോഡ് ചെയ്തിരിക്കുന്നത് ലീക്കേജ് കറണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, ഇതിലിപ്പോൾ ഇവിടെ പവർ ഫാക്ടർ 0.72 കാണിക്കുന്നുണ്ട്. കറണ്ട് 0.4 ആമ്പിയർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ എത്ര വാട്ട്സാണെന്ന് ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. 63 വാട്ട്സാണ്. ഓക്കെ, 63 വാട്ട്സ് എടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ നമുക്ക് ലീക്കേജ് കറണ്ട് അല്ലാണ്ട് പോയിട്ട് ഇത് 30 എന്നുള്ളത് കൂട്ടി കൊടുക്കാം. ഒരു 60 ആക്കാം. കാര്യം എന്നാലും നമ്മൾ ഈ ബൾബ് കൊടുക്കുമ്പോൾ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബൾബ് ലീക്കേജ് കറണ്ടായിട്ട് കാണിക്കുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്? നേരത്തെ ലോഡ് കുറവായതുകൊണ്ടാണോ ഒരു സംശയം വന്നതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഇനി ബൾബിൻ്റെ ഫേസ് നമുക്കിവിടെ ലോഡ് ചെയ്ത് കൊടുക്കാം. ബൾബ് ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൾബ് ലോഡ് ചെയ്ത സമയത്ത് ഇവിടെ 43 mA ലീക്കേജ് കറണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെയും ഒരു 43 mA കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് സൈഡിൽ കാണിക്കാം, ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോൾ 43 mA ആണ് ഇതിലെ ലീക്കേജ് കറണ്ട്. ഇത് 9 വാട്ട്സിൻ്റെ ബൾബാണ്, ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെ പവർ ഫാക്ടർ 0.60 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ചെയ്യാൻ ഇപ്പോൾ ഇതിൻ്റെ ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ മാറുന്നുണ്ടോ നോക്കാം. ഇവിടെ ഉടനെ തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആപ്പിൽ അപ്ഡേറ്റ് ആകാനായിട്ട് ചെറിയൊരു ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ സ്റ്റാറ്റസാണ് ഇവിടെ കാണിക്കുന്നത്. പുതിയ വാല്യൂവിൽ ചേഞ്ചുകളൊന്നും വരാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ മാറാത്തത്. ഓക്കെ, വൺസ് ഇത് വന്ന വാല്യൂ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ സെറ്റിങ്സിൽ പോയിട്ട് വീണ്ടും പഴയതുപോലെ 30 mA വയ്ക്കാം. അതിന് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ
വെറുതെ ലീക്കേജ് കറണ്ട് കൂട്ടി വയ്ക്കുന്നത് നല്ലതല്ല. കഴിവതും ഒരു 30 മില്ലി ആംപിയർ റേഞ്ചിൽ തന്നെ നിർത്തുന്നതാണ് നല്ലത്. ചില ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ 30 മില്ലി ആംപിയറിൽ കൂടുതൽ ലീക്കേജ് കറണ്ട് വയ്ക്കേണ്ടിരുന്നത്. കാര്യം അതിന് ബൈ ഡിഫോൾട്ട് ഒരു ലീക്കേജ് കറണ്ട് ചിലതിൽ വരാറുണ്ട്. ഓക്കെ, അതിപ്പോൾ ഇതിൽ 0.60 ആണ് പവർ ഫാക്ടർ കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അതായത് ഓഫായിട്ടുണ്ട്. ഓഫായി കഴിഞ്ഞ സമയത്ത് ഇവിടെ സിമ്പിൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആപ്പിലും അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. നമ്മുടെ ഫാനിനെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ബൾബ് മാത്രം ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ബൾബ് മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ബൾബ് മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കാണിക്കുന്ന വാല്യൂസ് നോക്കാം. ഓക്കെ, കറണ്ട് അപ്ഡേറ്റ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ആപ്പിൽ അപ്ഡേറ്റ് ആയിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നു കറണ്ട് വാല്യൂസിൻ്റെ ചേഞ്ച് 0 വാല്യൂ ആയതുകൊണ്ട് ഇത് എടുക്കാത്തതായിരിക്കാം. ഒരു പക്ഷേ പവർ ഫാക്ടറും ഈ 2 വാല്യൂസ് മാറിയിട്ടില്ല. നമുക്ക് പിന്നെ ഈ ഒരു സാധനം 63 ആംപിയർ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ചെറിയൊരു വാല്യൂ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അപ്ഡേറ്റ് ആകാത്തത്. അതായത് ഇവിടെ ഇപ്പോൾ പവർ ഫാക്ടറിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, കറണ്ടിൽ ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോറി, നേരത്തെ ഈ ചേഞ്ച് വന്നിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ഒരു യൂസേജ് ട്രെൻഡാണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഓപ്പറേഷൻ റെക്കോർഡ്സ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത്യാവശ്യം നമ്മുടെ ഒരു സോളാറിൻ്റെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിനോ നമ്മുടെ എനർജി എത്ര യൂസ് ചെയ്തു എന്നൊക്കെയുള്ളൊരു മോണിറ്റർ ചെയ്യാനും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സേഫ്റ്റി ഡിവൈസായിട്ട് നമുക്കൊരു സെക്കൻഡറി ഡിവൈസായിട്ട് ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പ്രൈമറി ഡിവൈസായിട്ട് നിങ്ങൾ ഓൾറെഡി വേറൊരു നോർമൽ ടൈപ്പ് ഒരു MCBയോ LCBയോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനും കുഴപ്പമുണ്ടായിട്ടല്ല, ഇതും യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ നെറ്റ് അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും വാല്യൂസ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ സ്ക്രീൻ ശ്രദ്ധിച്ചോളൂ. ആ സ്ക്രീനിലെ ലൈറ്റ് ഒന്ന് തെളിയും. അതായത് ഞാൻ 60 മില്ലി ആംപിയർ എന്നുള്ള 65 മില്ലി ആംപിയറിലേക്ക് മാറ്റി കൺഫേം ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ സ്ക്രീനിൽ ഒരു വ്യത്യാസം വരും. സ്ക്രീനിലെ ബാക്ക് ലൈറ്റ് തെളിയുന്നുണ്ട്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇതിലിപ്പോൾ ഞാൻ ഒന്നുകൂടെ മാറി കാണിച്ചാൽ ഇപ്പോൾ ആ സ്ക്രീൻ ഓഫായിട്ടുണ്ട്. 5 സെക്കൻഡിലേക്ക് അത് ഓണാവും. ഇപ്പോൾ ഞാനിതിനെ മാറ്റി 60 മില്ലി ആംപിയർ ആക്കുകയാണ്. 60 മില്ലി ആംപിയർ ആക്കി കൺഫേം ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ അവിടെ അപ്ഡേറ്റ് ആകുന്നുണ്ട്. അതവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി 60 മില്ലി ആംപിയർ ആക്കിയ ശേഷം നമുക്കൊന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് എത്രയാണ് കാണിക്കുന്നത് നോക്കാം. ഈ ബൾബ് ഇപ്പം ഓണാണ്. ഓക്കെ, ഇനി നമുക്കിതിനെ ഫേസ് ഡയറക്റ്റ് കൊടുത്തു നോക്കാം. ഇതിപ്പോൾ ഇതുവഴി ഒരു ലീക്കേജ് കറണ്ടുണ്ട്. ഓക്കെ, ഇതുവഴി 40, അതായത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 43 മില്ലി ആംപിയറിൻ്റെ ഒരു ലീക്കേജ് കറണ്ട് ഇവിടെ ആപ്പിൽ കാണിക്കുന്നുണ്ട്. 221 വോൾട്ടും ഇവിടെ ആയിട്ടാണ് ലീക്കേജ് കറണ്ട് കാണിക്കുന്നത്. ഇവിടെ ഒരു 43 മില്ലി ആംപിയറാണ് ലീക്കേജ് കറണ്ട് കാണിക്കുന്നത്. പക്ഷേ ആപ്പിൽ ഞാൻ നോക്കുമ്പോൾ ആപ്പിൽ ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആപ്പിൽ ഇവിടെ എന്തെങ്കിലും ഒരു പക്ഷേ ഇതൊന്ന് ആപ്പൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. ഞാൻ അതിനൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ ഒരു പക്ഷേ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നമുള്ളൂ ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ പക്ഷേ മീറ്ററിൽ ആൾറെഡി ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. 43 മില്ലി ആംപിയർ എന്നുള്ളത് ഇതിൻ്റെ ആ ഒരു ലീക്കേജ് കറണ്ടാണ്. പക്ഷേ ഇവിടെ ഒരു 0.5 ആംപിയർ കാണിക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ 0 മില്ലി ആംപിയറിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ റെസിഡൻഷ്യൽ കറണ്ട് ഇപ്പോഴാണ് അപ്ഡേറ്റ് ആയത് 42 എന്നുള്ളത്. ഞാനിപ്പോൾ ഓൾറെഡി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇവിടെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 42 മില്ലി ആംപിയർ വാല്യൂ ഉണ്ടെന്നുള്ളത് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. ഇനി സെറ്റിങ്സിൽ പോയിട്ട് ഞാനിപ്പോൾ തിരിച്ച് ലീക്കേജ് കറണ്ട് 30 ആക്കുകയാണ്. 40 മുകളിലാണ് ഈ ബൾബിൻ്റെ വാല്യൂ. അപ്പോൾ ഞാനിതിനെ ഒന്ന് മാറ്റി 30 മില്ലി ആംപിയർ ആക്കാം. ഓക്കെ, 30 മില്ലി ആംപിയർ ആക്കി ഇവിടെ കൺഫേം ചെയ്തു. ഇവിടെ നോക്കിയാൽ സേവായി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ 30 മില്ലി ആംപിയറിൽ കൂടുതൽ വാല്യൂ വരുന്നതുകൊണ്ട് തന്നെ ഇത് ഓഫ് ആവേണ്ടതാണ്. ഇതിപ്പം കണക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ആപ്പിൽ ഇവിടെ ലീക്കേജ് കറണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ചുവപ്പ് ലീക്കേജ് കറണ്ട് ലൈറ്റ് കാണിക്കുന്നുണ്ട്. 30 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും ഇത് പിന്നെ വീണ്ടും റീസെറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു 5 റീട്രൈ വരെയാണ് ഇതിൽ പറയാൻ 5 or 8 റീട്രൈ വരെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര റീട്രൈ ആണോ കോൺഫിഗർ ചെയ്യുന്നത് അതനുസരിച്ച് ഇത് അപ്ഡേറ്റ് ആവും. അപ്പോൾ നോർമലി സാധാരണ ഒരു
RCCB യെക്കാട്ടിലും ഇതുപോലുള്ളൊരു RCCB ആണെങ്കിൽ നമുക്ക് എനർജി മീറ്ററും ഓൾ ഇൻ വൺ പർപ്പസ് നമുക്കിതിൽ നടക്കും. അത് ഞാൻ മെയിൻലി സോളാറിൻ്റെ ആ ഒരു ഡിവൈസിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. സോളാർ ഇൻവെർട്ടറിൻ്റെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ. അതായത് ഇപ്പോൾ വീണ്ടും റീട്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ റീട്രൈ ആണ്. അപ്പോഴും ലീക്കേജ് കറണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഓണാവട്ടെ. നമുക്ക് ഇവിടെ അടുത്തൊരു കാര്യം കൂടെ നോക്കാം. ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ റെക്കോർഡ്, അലാറത്തിൻ്റെ റെക്കോർഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ അലാം റെക്കോർഡ് നോക്കുമ്പോൾ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് ലീക്കേജ് കറണ്ടിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റിൽ ലീക്കേജ് കറണ്ടിൻ്റെ വാല്യൂ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് വീണ്ടും ഓണായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാ ഇവിടെ വൈഫൈയുടെ ലൈറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇത് വീണ്ടും ഓണായിട്ടുണ്ട്. ലീക്കേജ് കറണ്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഓഫാണ്. ഡിവൈസ് ഓഫായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് ഈ ഫേസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാകും എന്നുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫേസ് അതായത് ന്യൂട്രൽ ലൈൻ ത്രൂ ആണോ എന്നുള്ളത്. ബൈപ്പാസ് അല്ലെന്നാണ് ഞാൻ കണ്ടത്. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കത്തുന്നില്ല. നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് കത്തുന്നില്ല. ഇതിവിടെ നോക്കിയാലും അറിയാൻ പറ്റും. വേണമെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലീക്കേജ് കറണ്ടായിട്ട് കാണിക്കും മിക്കവാറും. നോക്കാം, തോന്നുന്നു. ഓക്കെ, സോറി, ഇപ്പോഴാണ് കണക്റ്റ് ആയത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലീക്കേജ് കറണ്ടോടെ കാണിച്ചായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ലീക്കേജ്, ഇവിടെ റീട്രൈയും ആണ്. മിക്കവാറും ബൈ ഡിഫോൾട്ട് ഇതിൽ 5 റീട്രൈസ് ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്ത് 9 വരെ ആക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് റീട്രൈ വേണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാനും പറ്റും. പിന്നെ ഈ ലീക്കേജ് കറണ്ടിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അത് ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ ഓൾറെഡി കണ്ടതാണ്. ആപ്പിൽ എല്ലാ ഫീച്ചേഴ്സും കാണിച്ചതാണ്. ഓക്കെ, പിന്നെ ഞാൻ ഈ കൺട്രോൾ കണ്ടൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, എനിക്കൊരു നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. കാര്യം ഇവിടെ നമ്മുടെ ബ്രേക്കർ ഓഫ് ചെയ്തിരിക്കുകയാണ്. ബ്രേക്കർ ഓഫ് ചെയ്യണം. ഓക്കെ, ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ബ്രേക്കറിൻ്റെ സ്റ്റാറ്റസ് ഓഫാണ്. ഓക്കെ, ഓക്കെ, ഇപ്പം നമ്മുടെ ബൾബിൻ്റെ ഒരു കണക്ഷൻ കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഓൺ ചെയ്യുമ്പോൾ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓണായിരിക്കുന്ന കണ്ടീഷനിൽ ഞാനിപ്പോൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഓഫ് ചെയ്തു. തിരിച്ച് ഓണാക്കുന്ന സമയത്ത് ഈ ബൾബ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇതിപ്പോൾ ഓണായിട്ട് ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇതിപ്പം ഓണായി വരട്ടെ. ഓണായി വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്ത ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോഴും ഇതേ ഒരു ഇഷ്യൂ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓണായി. ഓക്കെ, ഇനി ഇതിവിടെ ഞാനിപ്പോൾ ഇവിടെ ഓഫ് ചെയ്തു. ഓക്കെ, ഡിവൈസ് ഓഫ്. ഓക്കെ, ഇതിവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഞാനിവിടെ മാനുവലി ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിവൈസ് ഓഫാണ്. ഞാനിപ്പോൾ ഇവിടെ സ്വിച്ച് ഇതിലേക്കുള്ള സപ്ലൈ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഫുൾ ഡിസ്പ്ലേ പോയി. ഇനി ഓൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആൾറെഡി സ്റ്റാറ്റസ് ഓഫാണ്. എന്നാലും ഓൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സപ്ലൈ ബൾബിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ അതായത് ബൾബിലേക്ക് സപ്ലൈ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ അത് വന്നിട്ടില്ല. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പ്രോബ്ലം ഇല്ല. അല്ലാതെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ആ റിലേയുടെ സ്റ്റാറ്റസ് അത് മെമ്മറിയിൽ എന്തോ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഓണായി കഴിഞ്ഞാൽ അതായത് ഓണാവുന്നുണ്ട്. ഓക്കെ, ഓണായി കഴിഞ്ഞ ശേഷമാണ് ഓഫ് ആവുന്നത്. ആ ഒരു ഗ്ലിച്ച് ഒരു മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇപ്പം ഓണായി വരട്ടെ. 10 സെക്കൻഡാണ് ഡിലേ കൊടുത്തിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. അതായത് ഇപ്പം ബൈ ഡിഫോൾട്ട് ഓണായി. അതായത് ഇവിടെ ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത ശേഷം നമുക്കൊരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഇതാ ഓഫ് ചെയ്തു. ഓക്കെ, ഓഫ് ചെയ്തിട്ടൊരു ചെറിയൊരു സമയം കൊടുക്കുക. കപ്പാസിറ്ററിൻ്റെ എന്തെങ്കിലും ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. ഓക്കെ, ഇനി ഇതാ ഓണാക്കി വെക്കാം. ഇതാ വന്നിട്ടില്ല, കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു പവർ ഓണായി നിൽക്കുന്ന സമയത്താണ് ഇത് ഓഫ് ആവുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട്. സ്മാർട്ട് ലൈഫ് ആപ്പാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് ലൈഫ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസ് ഈ Euro 3 kW സോളാറാണ്.
അപ്പോൾ ഇതിപ്പോൾ ലൊക്കേഷൻ്റെ പെർമിഷൻ കൂടുതലെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ലൊക്കേഷൻ പെർമിഷൻ ആദ്യം ആഡ് ചെയ്യുന്ന സമയത്താണ് മെയിൻലി വേണ്ടത്. പിന്നെ വൈഫൈയുടെ സിഗ്നലിന് എന്തെങ്കിലും വീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മുകളിൽ ഒരു അലാറമായിട്ട് കാണിക്കും. പിന്നെ ഇത് ഇവിടെ നമുക്കൊരു ട്രെൻഡിൻ്റെ ഒരു ചാർട്ട് ഇവിടെ കാണാൻ പറ്റും. ഈ ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ ഫെബ്രുവരി 11 എടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരി 11 യൂസേജ് സ്റ്റാറ്റസാണ് ഈ കിട്ടുന്നത്. മണിക്കൂർ ബേസ് ചെയ്താണ് നമുക്ക് ഇതിലിപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 14-15 ഇടയ്ക്കും ഒരു 15-16 ഇടയ്ക്ക്. ഇതിൻ്റെ ഇടയിൽ AC ഉപയോഗിച്ചുകൊണ്ടാണ് കുറച്ച് കൂടുതൽ പ്രൊഡക്ഷൻ യൂസ് ആയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ മന്ത്ലി കൊടുത്തു കഴിഞ്ഞാൽ മന്ത്ലിയുള്ള സ്റ്റാറ്റസും നമുക്ക് കിട്ടും. ഓരോ ദിവസവും എത്ര എടുത്തു എന്നുള്ളത് കാണാൻ പറ്റും. ഇയർലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയർലിയും നമുക്കറിയാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് സെറ്റിങ്സ് ആണോ മാറ്റേണ്ടത് അത് നമുക്കിവിടെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഇവിടെ അണ്ടർ വോൾട്ടേജ് അല്ല, നമുക്ക് 175 എന്നുള്ളത് 176 ആകണോ അല്ലെങ്കിൽ 180 ആകണമെങ്കിൽ ഇവിടെ മാറ്റുക, കൺഫേം കൊടുക്കുക. ഈസി ആയിട്ട് പറ്റും. ഇത് കൺട്രോൾ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ചിൽ, ടോഗിൾ സ്വിച്ചിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അത് ലീക്കേജ് കറണ്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ലീക്കേജ് കറണ്ട് അലാമ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 20 മില്ലി ആമ്പിയർ ആണ്. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ലീക്കേജ് ഒന്നും എൻ്റെ ഇതിൽ വരാനില്ലാത്തതുകൊണ്ടാണ് 20 മില്ലി ആമ്പിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൺട്രോൾ നിങ്ങൾക്ക് വേണ്ട, ലീക്കേജ് അലാം ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി. ബാക്കി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഈ ആപ്പിലും ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറക്റ്റും ചെയ്യാൻ പറ്റും. ലീക്കേജ് കറണ്ട് ഇവിടെ ഈ താഴെയായിട്ട് കാണിക്കും. ഇപ്പോൾ 0 ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പ്രീപെയ്ഡ് മീറ്ററായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈ ആപ്പിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിനെ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കണ്ടൻറ്റ് ആപ്പിൽ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രീപെയ്ഡ് എനർജി സിസ്റ്റം, പിന്നെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, അതായത് എനർജി ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എക്സ്പെൻസിൽ മാറ്റാൻ പറ്റും. പിന്നെ ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഇതിൽ സ്മാർട്ട് സീൻ ആഡ് ചെയ്ത് പുതിയ ഒരു ഉദാഹരണത്തിനൊരു ഷെഡ്യൂളറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടൈമർ വെച്ചിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ടൈമിൽ ഓൺ ഓഫ് ചെയ്യിക്കാം. വൺസ് ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ ദിവസമാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇവിടെ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ആപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.